ഇത് കണ്ട ഈ 2 റോസാ ചെടി ഞാൻ താഴെ ചുവക്കുന്ന് ടെറ എന്ന് പറഞ്ഞ ഗാർഡനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൽ നിറയെ റോസ് ഉണ്ടാവും. ചെറിയ ചെറിയ റോസ് ഒരുപാട് ഉണ്ടാകുന്ന റോസാ ചെടിയായി ഇത്. പിന്നെ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ റോസ്, ഒരു വലിയ റോസായിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പം ഞാനത് കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ വെക്ക് ചെയ്തത്. അത് ആ ചെടി കവറിൽ നിന്ന് മാറ്റിയിട്ട് മണ്ണോട് ചേർത്തിട്ട് നമ്മളെ മുറ്റത്തുള്ള മണ്ണോട് ചേർത്തിട്ട് വളമൊന്നും ഇട്ടിട്ട് നട്ടിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് വല്ലാണ്ട് ഉണങ്ങി വാടി കരിഞ്ഞു പോയി. ഞാനത് മുൻവശത്ത് നിന്ന് എടുത്തിട്ട് ബാക്കിൽ കൊണ്ടുവന്ന് വീട്ടിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് അതിലെ മണ്ണ് മാറ്റി പുതിയ മണ്ണ് ചേർത്ത് വളമൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൽ മൊട്ട് ഉണ്ടായി പൂവെല്ലാം ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. ഇനി ഈ വശത്ത് അങ്ങനെ വെയിലും ഇല്ല, മുൻവശത്ത് നല്ല വെയിലാണ്, അതുകൊണ്ട് വേഗം വാടിപ്പോവും. അങ്ങനെ ഇപ്പം നല്ല റോസാപ്പൂക്കൾ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൻ്റെ ബാക്ക് സൈഡാണ് ഇത്. അപ്പോൾ ഈ ബാക്ക് സൈഡ് ഇപ്പോൾ മുന്നേ ഞാൻ കാടൊക്കെ വഴക്കിയിട്ടുണ്ടായിന്, ഇപ്പോൾ മഴയായിട്ട് വീണ്ടും മുളച്ചതാണ്. ബാക്ക് സൈഡ് തന്നെയാണ് നിലക്കും കല്ലെല്ലാം വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ എടുത്ത വീഡിയോ അല്ലേ, കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ എപ്പം പൂച്ചയുണ്ടാവും, ഒരു 6 പൂച്ചയോളം ഉണ്ടാവും. നമ്മളെ വീട്ടിൻ്റെ ബാക്ക് സൈഡ് വേസ്റ്റ് ഇടുന്ന കുഴിയാണ് ഇത്. അപ്പോൾ ഞാൻ ഈ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഇതവിടെ കൊണ്ടിട്ട് കൊടുക്കും. അപ്പോൾ ഇത് ഈ നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെയായി, നമ്മളിവിടെ താമസിക്കുമ്പേ ഉള്ള പൂച്ചയായി ഇതെല്ലാം. അന്നേരം ഇതെല്ലാം ചെറുതാണ്, ഇപ്പം കുറച്ച് വലുതായി. അപ്പം എന്നെയും പ്രതീക്ഷിച്ചിട്ട് ഞാൻ എന്തെങ്കിലും മീനിൻ്റെ വേസ്റ്റാ മറ്റോ കൊണ്ടിട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി എന്നെ വിടൂല. ഇതെല്ലാം വന്നിട്ട് എൻ്റെ കാലിൻ്റെ അടുത്തുനിന്ന് മുട്ടി ഉരുമിയിട്ടേ പോവുള്ളൂ. ഞാൻ എന്തെങ്കിലും കൊണ്ടിട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് എന്നെ പുറത്തേ ഇറങ്ങാൻ വിടൂല. കാലിന് വന്നങ്ങ് മുട്ടി ഉരുമു. അപ്പം ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഇപ്പം വേസ്റ്റ് ഇടാൻ വേണ്ടി നിന്നെയാന്ന് വിചാരിച്ചിട്ടാണ്, അതിൽ മീനുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പാവം എന്നെ തന്നെ നോക്കി നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പുറത്ത് വരുമ്പോൾ ഇവരിങ്ങനെ വീഡിയോ എടുക്കും, എല്ലാത്തിനും നിന്ന് തരും ഫോട്ടോഷൂട്ടിന് കംപ്ലീറ്റ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗിൽസിൻ്റെ ഉള്ളിൽ കൂടി വീട്ടിൻ്റെ അകത്ത് വരികയും ചെയ്യൂ, ഓരോരോ പണി ഒപ്പിക്കൂ. ഈയിടെ സ്റ്റോർ റൂമിലുണ്ടായിനി, ഞാനറിയാതെ വന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട്, ഇരുട്ടത്താണ്, അപ്പം ഞാൻ സ്റ്റോർ റൂമിൽ ലൈറ്റ് ഇട്ട്, രാത്രി സമയമാണ്. അപ്പോഴത്തേക്ക് പൂച്ച ഇറങ്ങി ഓടുമ്പോഴൊക്കെ പൂച്ച ഞാനറിയാണ്ട് പൂച്ചൻ്റെ മേത്തും പോയി വീണ്, അങ്ങനെ ആയിപ്പോയി തടഞ്ഞിട്ട് ഇരുട്ടത്ത്. അങ്ങനെ പണി തരുന്ന ആളാന്ന് ഇപ്പം നോക്കിയിട്ട് കരയുന്ന ഈ മഞ്ഞപ്പൂച്ച. ഇത് പിന്നെ മൂപ്പറ ഹസ്ബൻഡാന്ന് തോന്നുന്നു, പുയ്യാപ്പിള.